നമസ്കാരം. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ വക ഇന്റർനെറ്റ് കണക്ഷനായ കെ-ഫോൺ മുഖ്യമന്ത്രി കേരളത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഇങ്ങനെ: എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നമായി എല്ലാവരും കണക്കാക്കിയുള്ളൂ, അതും യാഥാർത്ഥ്യമായി. നമ്മുടെ രാജ്യത്ത് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരേ ഒരു നാടേയുള്ളൂ, അത് കേരളമാണ്. വാഗ്ദാനം നടപ്പാക്കുക ഉത്തരവാദിത്വമുള്ള സർക്കാരിന്റെ ജോലിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് അഭിമാന നിമിഷമാണ് മുഖ്യമന്ത്രി സമ്മാനിച്ചത്. 17,412 ഓഫീസിലും 2,105 വീടുകളിലും കെ-ഫോൺ വഴി ഇന്റർനെറ്റ് എത്തി. അടിക്കടി ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ നടക്കുന്ന ഇന്ത്യയിലാണ് കേരളത്തിന്റെ സവിശേഷമായ ഈ ഒരു ഇടപെടൽ. കോവിഡാനന്തര ഘട്ടത്തിലെ തൊഴിൽ സംസ്കാരത്തിനും ഇടതടവില്ലാത്ത ഇന്റർനെറ്റ് എല്ലായിടത്തും എത്തണം. എല്ലാവരും റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമാകുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ അതും നമ്മൾ നേടിയിരിക്കുന്നു. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതൊരു സ്വപ്നമായിട്ട് മാത്രമേ സാധാരണഗതിയിൽ ആളുകൾ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ പറഞ്ഞു, കേരളത്തിലെ വീടുകളിലും യൂണിഫൈഡ് ലൈസൻസ്, ഇതെല്ലാം നേരത്തെ തന്നെ നമ്മൾ നേടിയെടുത്തിരുന്നു. നിലവിൽ 17,412 സർക്കാർ സ്ഥാപനങ്ങളിൽ കെ-ഫോൺ കണക്ഷൻ ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 9,000-ലധികം വീടുകളിൽ കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേബിളുകൾ വലിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണക്ഷൻ നൽകിയിട്ടുള്ളത് 2,105 വീടുകൾക്കാണ്. കെ-ഫോൺ കണക്ഷൻ നൽകിയിട്ടുള്ള ഓഫീസുകളിലും വീടുകളിലുമെല്ലാം ഇതിനോടകം തന്നെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് കെ-ഫോണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നിവിടെ നടത്തുന്നത്. കേരളത്തിലെ എല്ലാ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും എത്രയും വേഗം തന്നെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയും ഇൻ്റർനെറ്റ് സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ലോകത്ത് ഏറ്റവും അധികം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 700-ലധികം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകളാണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള രാജ്യത്താണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭ്യമാക്കി സംസ്ഥാന സർക്കാർ ഇവിടെ സവിശേഷമായ രീതിയിൽ ഇടപെടുന്നത്. ജനകീയ ബദലാണ് കെ-ഫോൺ. മൊബൈൽ സേവനദാതാക്കളുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകും. മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ ചെലവിൽ ഒരേ വേഗതയിൽ ഇന്റർനെറ്റ് എത്തിക്കും. പൊതുമേഖലയിൽ ഒന്നും വേണ്ടെന്ന് വാദിക്കുന്നവരാണ് വിമർശനം ഉന്നയിച്ചത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് കിഫ്ബിയെ വിശേഷിപ്പിച്ചവരുണ്ട്. അവർക്ക് കൂടിയുള്ള മറുപടിയാണ് കെ-ഫോൺ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകുന്നതിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുക, ട്രഷറി ഉൾപ്പെടെയുള്ള കേന്ദ്രീകൃത സ്ഥാപനങ്ങൾക്കായി പ്രത്യേകം ഇന്റർനെറ്റ് നെറ്റ്വർക്ക് നൽകുക, വീടുകളിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുക, കോർപ്പറേറ്റുകൾക്കായി പ്രത്യേകം കണക്ഷനുകൾ ലഭ്യമാക്കുക തുടങ്ങി വിപുലമായ വരുമാന പദ്ധതികളാണ് കെ-ഫോൺ മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി 2000 ഫ്രീ വൈഫൈ സ്പോട്ടുകളും സർക്കാർ ഓഫീസുകളിൽ സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് സൗജന്യമായും മിതമായ നിരക്കിൽ ഉപയോഗിക്കാവുന്ന വൈഫൈ നെറ്റ്വർക്കും ഒരുക്കുമെന്നും കെ-ഫോൺ പറയുന്നു. സാങ്കേതിക സഹായങ്ങൾ നൽകുന്നതിനും ബിസിനസ് മോഡൽ നിർമ്മിച്ചെടുക്കാനും സ്വകാര്യ കമ്പനിയുടെ പങ്കാളിത്തമുണ്ട്. വരുമാനത്തിന്റെ നിശ്ചിത ശതമാനവും ഇവർക്കുള്ളതാണ്. 14,000 BPL കുടുംബങ്ങളും 30,000 സർക്കാർ ഓഫീസുകളും സൗജന്യ കണക്ഷൻ പരിധിയിൽ
കൊണ്ടുവരികയെന്ന ആദ്യഘട്ട പ്രഖ്യാപനം നിലവിൽ പകുതി മാത്രമേ ലക്ഷ്യം കണ്ടിട്ടുള്ളൂ എങ്കിലും ജൂൺ അവസാനത്തോടെ പൂർത്തിയാക്കുമെന്നാണ് കെ ഫോൺ നമുക്ക് ഉറപ്പ് നൽകുന്നത്. പക്ഷേ ഇത്രയൊക്കെ പ്രയോജനം ചെയ്യുന്ന കെ ഫോണിനെയും പ്രതിപക്ഷം സംശയത്തോടെയാണ് നോക്കുന്നത്. കെ ഫോണുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഗുരുതരമായ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. ഇതിനായി ഉപയോഗിക്കുന്ന കേബിളുകൾ നിലവാരം കുറഞ്ഞതാണെന്നും അത് ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തതെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കൂടാതെ കണക്ഷനുകൾ നൽകിയതിനെക്കുറിച്ച് സർക്കാർ പറയുന്ന അവകാശവാദങ്ങൾ തെറ്റാണ്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കരാറിലും അഴിമതി നടന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. അതുകൂടാതെ കെ ഫോണിന്റെ ഉദ്ഘാടനത്തിനായി 4 കോടിയിലധികം രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത്. അതിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരള സർക്കാർ AI ക്യാമറകൾ നടപ്പിലാക്കിയതിലും അഴിമതി ആരോപണം നേരത്തെയും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ടും അഴിമതി നടന്നതിന്റെ രേഖകളും പ്രതിപക്ഷം പുറത്തുവിടാൻ ഒരുങ്ങുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു അവസ്ഥ. കേരളത്തിൽ KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാനുള്ള അവസ്ഥ പോലും ഇപ്പോൾ സർക്കാരിനില്ല. ക്ഷേമ പെൻഷൻ 3 മാസമായി ഗുണഭോക്താക്കളിലേക്ക് എത്തിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കെ ഫോൺ പദ്ധതി ഇവിടെ നടപ്പിലായത്. അതുപോലെ റോഡ് സുരക്ഷയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ക്യാമറകളും സ്ഥാപിക്കുന്നു.